കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഓപ്പറേഷൻ തുടരുന്ന സൈന്യം ഇന്ന് കൂടുതൽ സംഹാര താണ്ഡവമാടുന്ന വാർത്തയാണ് കാശ്മീരിൽ നിന്ന് വരുന്നത്. രാവിലെ 2 ഭീകരരുടെ വീടുൾപ്പെടെ തകർത്ത സൈന്യം ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ വിവിധ ഇടങ്ങളിൽ ഭീകരരെക്കെതിരെ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ്. ബന്ദിപ്പോരയിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായ വെടിവെപ്പിൽ അൽതാഫ് ലല്ലി എന്ന ലഷ്കർ-എ തോയ്ബ കമാൻഡർ കൊല്ലപ്പെട്ടിരിക്കുന്നു. കൂടുതൽ ഭീകരർ കൊല്ലപ്പെട്ട വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഏതായാലും അധികം വൈകാതെ തന്നെ സൈന്യം അതിൻ്റെ ഡീറ്റെയിൽസുകൾ പുറത്ത് വിടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ബന്ദിപ്പോര അടക്കം വിവിധ ഇടങ്ങളിൽ സൈന്യത്തിൻ്റെ വലിയ തിരിച്ചടിയാണ് ഭീകരർക്ക് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു, അവർ എവിടെയായാലും അവരുടെ ഭൂമി ഇനി അവർക്കുണ്ടാകില്ല, ആ ഒരു ഇടം തന്നെ ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചയോടുകൂടിയായിരുന്നു 2 ഭീകരരുടെ വീടുകൾ തകർത്തത്. ഇപ്പോഴിതാ ബന്ദിപ്പോരയിലടക്കം ഭീകര കേന്ദ്രങ്ങളിലാണ് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടന്നത്. വലിയൊരു ഓപ്പറേഷൻ തന്നെ എന്ന് പറയേണ്ടി വരും. കൂടുതൽ സൈന്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തി ഈ വനമേഖല ആകെ അരിച്ചു പെറുക്കുന്ന ഒരു കാഴ്ചയുമൊക്കെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നതാണ്. ഇപ്പോൾ ഏതായാലും കരസേനാ മേധാവി കൂടി ഇപ്പോൾ കാശ്മീരിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തുവാനും അതിർത്തിയിൽ നടക്കുന്ന സൈനിക മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുവാനുമാണ് എത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ പാകിസ്ഥാൻ ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ട് അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നു. ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.